ഹായ് ഫ്രണ്ട്സ്, മോംസ് സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വെള്ളക്കടല ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 7 മണിക്കൂർ നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കുക. 8 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ആ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറി ലീഫ് വേണം, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമുക്കൊരു 1/2 ടീസ്പൂണിൽ കൂടുതലുണ്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ജീരകം ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തൈരും കൂടെ വേണം. ഒരു ചെറിയ കപ്പിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ആദ്യം കറക്കിയെടുക്കാം. ആദ്യം ഇത് കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളമായി പോകരുത്, കുറച്ച് ഒഴിച്ച് അരച്ചെടുത്തിട്ട് വന്ന് കാണിക്കാം. ഈ പരുവത്തിൽ വേണം നമുക്കിതൊന്ന് അരഞ്ഞ് കിട്ടാൻ. ചെറിയൊരു തരിതരിപ്പോട്, ഒരുപാട് ഇങ്ങനെ ചതച്ചെടുക്കരുത്, എന്നാൽ ചെറിയൊരു തരിതരിപ്പോട് കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ജാറ് കഴുകിയ വെള്ളം കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കിടിലനൊരു റെസിപ്പി തന്നെ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ചായയുടെ കൂടെ നമുക്ക് വെറും ചായ മാത്രമുണ്ട്, കട്ടൻ ചായ മാത്രമായാലും മതി. അല്ല ഇനി നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു 6-7 ചുമന്നുള്ളി ഞാൻ ഇതുപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സമയം വെള്ളം വേണമെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്രയും കട്ടി വേണ്ട, നമുക്ക് ഒരല്പം കൂടി ഒന്ന് ലൂസാക്കാം. അപ്പോൾ ഒന്ന് മിക്സാക്കി നോക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും ഓളെന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വലിയ നന്ദി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതുപോലെ അതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിലൊന്ന്, ഒരുപാട് കട്ടിക്ക് പരത്താതെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതൊന്ന് പരത്തിയതിന് ശേഷം നമുക്കിതിൽ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് മൂപ്പിച്ചെടുക്കാം. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല മൂപ്പിച്ചെടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റായിട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പോൾ രാത്രിയിലൊക്കെ നമുക്കിത് ഒരെണ്ണം കഴിച്ചാൽ ധാരാളം മതിയാവും കേട്ടോ. രാത്രിയിലായാലും രാവിലെ ആയാലും ഒരെണ്ണം കഴിച്ചാൽ തന്നെ മതിയാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഞാൻ ഒരു വശം ഒന്ന് മൂത്ത് വന്നപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതും മൂത്ത് വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇനി അടുത്തത് ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യത്തേൻ്റെ മറിച്ചിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലപോലെ പരത്തി കൊടുക്കുക. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരുപാട് കട്ടിക്ക് പരത്തരുതെന്ന് മാത്രം. കട്ടിക്കാവുകയാണെങ്കിൽ അത്രയും സമയം എടുത്ത് വേണം നമുക്കത് മൂപ്പിച്ചെടുക്കാൻ, നല്ലപോലെ അകത്തൊക്കെ വെന്ത് കിട്ടാൻ. അപ്പോൾ ഇപ്പോൾ പരത്തി കൊടുത്തതിന് ശേഷം ഇനി ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് നമുക്ക് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. അത് കഴിയുമ്പോൾ വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോഴാണ് വീണ്ടും വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാം ഞാനിതുപോലെ
ചുട്ടെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല രസമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്.